തീമയവയും എന്ന് കിതാബിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതിന്റെ ഒരു ഇൻഫർമേഷൻ ആയിട്ടാണ് ഈ ഒടുക്കത്തെ ചൂട്. ഇവിടെ ആരും ഇല്ലേ മോളെ? മോളെ കുഞ്ഞിപ്പെണ്ണേ, മോളെ. അല്ല, ഇതാരും മൊല്ലാക്കിയോ? ഒരാഴ്ചയല്ലോ കണ്ടിട്ട്. ഒരാഴ്ച ഓടി ഓടുന്നു. ഓ, ഇവിടുത്തെ തേങ്ങയും പാക്കൊന്നും മൊല്ലാക്കിക്ക് വേണ്ടേ? നല്ല കാര്യായി. നമ്മൾ ആദ്യമായിട്ട് തേങ്ങേന്റെ കച്ചവടം തുടങ്ങിയത് ഈ വീട്ടിലെ തേങ്ങ കൊണ്ടല്ലേ മോളെ? അത് ഞമ്മക്ക് മറക്കാൻ കഴിയോ? അല്ല, എവിടെ പോയി നമ്മുടെ മൂത്താനാര്? ദേ വരുന്നു. പഠിച്ച തമ്പുരാനെ, നമ്മൾ എന്തായി കാണണേ? എന്നതാണോ പകയാ? ഇങ്ങോട്ടുള്ള വഴിയൊക്കെ മറന്നോ? നമ്മളിപ്പൊ വന്ന് കേറിയുള്ളേ. കായും പുത്തനും എത്ര ഉണ്ടാക്കിയാലും ഇങ്ങടെ പഴയ ശീലം മാറൂല അല്ലേ? ഇങ്ങനെയൊക്കെയാണോ ഞാൻ ഈ കാണുന്നതൊക്കെ ഉണ്ടാക്കി എടുത്തത്? മോളെ, ഈ തേങ്ങ എടുത്ത് അപ്പുറത്തോട്ട് ഇട്ടേര്. വാടോ. നിങ്ങൾ ഇന്നലെ രാത്രി അടിച്ച് നല്ല പിമ്പിരിയായിരുന്നു കേട്ടല്ല? നേരാണോ? അത് പിന്നെ എന്റെ ശബ്ദം കേട്ടില്ലെങ്കിൽ ഞാൻ ചത്തുപോയെന്ന് വിചാരിക്കില്ല ഈ നാട്ടിലെ ചില ചെറ്റകള്. എന്തായാലും നമ്മള് പള്ളി ചെന്ന് അച്ഛൻകുഞ്ഞിനൊന്ന് കാണുന്നുണ്ട്. ഇങ്ങടെ മേളാങ്കൊന്ന് നിർത്താൻ പറ്റുമെന്ന് നമ്മളൊന്ന് നോക്കട്ടെ. ഇത് വെച്ചോളി. ഇതുകൂടി ആവുമ്പോ അടക്കയുടെ കണക്ക് തീർന്ന്. തേങ്ങേന്റെ കായ് നമ്മള് പിന്നെ തരാന്ന്. അതിന് തന്നോട് കണക്കാരെങ്കിലും ചോദിച്ചു? ഈ തേങ്ങയുടെ കാശ് കിട്ടാഞ്ഞിട്ട് ഇവിടെ ആർക്കും പേറ്റ് നോവൊന്നും ഉണ്ടായിട്ടില്ല. എന്നായാലും നമ്മളത് തരണ്ടതല്ലേ? ഇനി ചായ കുടിച്ചിട്ടാവാം. പഞ്ചാര ഇട്ടിട്ടില്ലല്ലോ? ഇട്ടിട്ടില്ലെന്നേ. നിങ്ങൾക്കും വേണ്ട പഞ്ചാര, എനിക്കും വേണ്ട. വി ആർ ഫ്രണ്ട്സ്. ചേട്ടായി, ചേട്ടായി. ആഹാ, അസ്സലാമു അലൈക്കും മുല്ലാക്ക. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ അച്ചോ. നിങ്ങളെ നമ്മളൊന്ന് കാണണോന്ന് വിചാരിച്ചിരിക്കായിരുന്നു. അപ്പഴേക്ക് നിങ്ങൾ നമ്മളെ മുന്നിൽ വന്ന് വെട്ട്. അപ്പോഴേ ചേട്ടായി, അധികം കിന്നരിക്കാനൊന്നും നിൽക്കുന്നില്ല. പോയിട്ട് കുറച്ച് തിരക്കുള്ളതാ. എന്നതാടാ ഇത്ര തിരക്ക്? പള്ളിയിൽ കുമ്പസാരിക്കാൻ മഹാഭാവികളായ കുഞ്ഞാടുകൾ കൂട്ടം കൂടി നിൽക്കുന്നുണ്ടാവും. ഒന്ന് പോടാ, നീ അവിടെ ഇരിക്കേ. പിന്നെ എന്റെ വീട്ടിൽ എന്നെ ഇരുത്താൻ നോക്കല്ലേ ചേട്ടായി? എന്നാ നീ അവിടെ നിന്നോടാ കരടി വെച്ചാ. ഒന്ന് പോടോ പിശുക്കൻ പാപ്പു. പിശുക്കൻ നിന്റെ തന്ത. അതേ തന്തയ്ക്ക് പറഞ്ഞതല്ലേ താനും? പഠിച്ചോനെ, ഈ അച്ഛൻ കുഞ്ഞ് കത്തനാരാകേണ്ട ആളല്ല, പോലീസിൽ ചേരേണ്ട ആളാണ്. എന്നാ ചെയ്യാനാ മുല്ലാക്ക? ഈ ഇടവേ ഇരിക്കണമെങ്കിൽ പുണ്യാളച്ചന്റെ സ്വഭാവം ഒന്നും പറ്റില്ല. അല്പം ഗുണ്ടായിസം കളിച്ചേ പറ്റൂ. അത് നേരാണ് കേട്ടാ. മുല്ലാക്ക ഇരിക്കെ. ചേട്ടായിക്ക് വന്നേ. വരാൻ വാ. ഞാൻ വന്നതേ അടുത്ത ആഴ്ച മാതാവിന്റെ പെരുന്നാൾ തുടങ്ങുവാണെന്ന് അറിയാവല്ലോ. പള്ളിക്ക് നല്ലൊരു സംഭാവന എത്തിക്കണം ചേട്ടായി. പള്ളിക്ക് പൂത്ത പനമുണ്ടല്ലോളാ, പിന്നെന്തിനാ ഒരു പിരിവ്? പോരെങ്കിൽ അരവരം എത്രാലില്ലേ? പോയി ചോദിച്ചു വാങ്ങ്. എന്നാത്തിനാ? പിതാവ് തരത്തില്ലെന്നേ. നമ്മള് ചാക്കപ്പനുമായി ഉടക്കുണ്ടാക്കിയത് അതേ അറിഞ്ഞു. ഓഹോ, അത് ശരി. അപ്പൊ ഞാൻ തന്നെ തരണം. ഈ പാറേ പാപ്പു ഒരു ചില്ലി കാശ് തരത്തില്ല. അല്ല, അങ്ങനെ പറഞ്ഞാ എങ്ങനെയാ? എന്റെ അവകാശം ഇവിടെ കിടന്ന് പെരുകുമല്ലേ, അതിന്ന് കുറച്ചെങ്കിൽ തന്നാ മതി. ആ അവകാശം പറഞ്ഞോണ്ട് പള്ളിയിലേക്ക് നീ കുറെ കൊണ്ടുപോയിട്ടുണ്ടല്ലോ ഇവിടുന്ന്. എന്നിട്ട് ആ ചാക്കപ്പനും കൂട്ടരും എന്തോന്നാ പറഞ്ഞെടുക്കുന്നേ? പള്ളി മുതൽ മുഴുവൻ നീ ഇവിടെ കൊണ്ടത് കെട്ടി താത്തിരിക്കുന്നല്ലേ? എന്നാ ഉണ്ടാ പിള്ളേരെ, രണ്ടുപേരും കൂടെ എവിടെ പോയി? ഞങ്ങൾ ചൊക്കനാര്യം പറഞ്ഞ് വളം തൂളാൻ പോയതാ. എങ്ങനെയുണ്ടാ കൃഷിയൊക്കെ? തരക്കേടില്ലച്ചോ. തരക്കേടില്ലെന്നോ? ബൈക്കിൽ കയറി ഇങ്ങനെ നടന്നാ പോരെ, നന്നായിട്ട് പണിയെടുക്കാം. ആഹാ, ഇതാര് ചേടുത്തിയോ? എന്നാ ഉണ്ട് ചേടുത്തി വിശേഷം? ഇപ്പോഴും ആഴ്ചപ്പതിപ്പിലെ തുടർക്കഥയൊക്കെ വായിക്കാറുണ്ടോ? ഓ, അതിനൊക്കെ എവിടുന്നാ സമയം കിട്ടുന്നേ? ഇതാര് കുഞ്ഞിപ്പെണ്ണോ? നിന്റെ കോളേജും പഠിത്തമൊക്കെ എങ്ങനെയുണ്ടീ? കുഴപ്പമില്ല ചിറ്റപ്പ. ഇതെന്നാ നീ അച്ഛനെ കയറി ചിറ്റപ്പാന്ന് വിളിക്കുന്നത്? അച്ഛനായി കഴിഞ്ഞാൽ ബന്ധവും കുന്തവും ഒന്നുമില്ല. അച്ഛോന്ന് വിളിച്ചോണം. അറിയാതെ പെട്ടെന്ന് വിളിച്ചു പോയതാ. അവർക്ക് ഇഷ്ടമുള്ളത് വിളിച്ചോട്ടെ എടുത്തി. നോക്കി നിൽക്കാതെ എല്ലാരും സ്തുതി കൊടുക്ക്. എല്ലാവർക്കും സ്തുതിയായിരിക്കട്ടെ. പിന്നെ തളിപ്പറമ്പിന്ന് ചേച്ചിയുടെയും അന്തോണിയുടെയും വല്ല വിവരമുണ്ടോ? പഞ്ചായത്ത് പ്രസിഡന്റ് കസേര തെറിച്ചോ? ഏയ്, ഇതുവരെ ഒന്നും തെറിച്ചിട്ടില്ല. 2 ദിവസം ആന്റി ഇങ്ങോട്ട് ലാൻഡ് ചെയ്ത് ഇന്നലെ ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ലാ, 36 വരുന്നുണ്ടാ തളിപ്പറമ്പിന്ന്. എന്നാ പിന്നെ കുറെ ദിവസത്തേക്ക് നല്ല ബഹളായിരിക്കും ഇവിടെ. അപ്പേ നമ്മൾ ഇറങ്ങിയാണ്, പോയിട്ട് പണിയുണ്ട്. ഓഹോ, എന്നാ ഞാനും ഇറങ്ങുവാ. നിനക്കെന്തോടാ എത്ര ധൃതി? എനിക്ക് ആ സ്കൂൾ വരെ പോയിട്ടൊരു അത്യാവശ്യ കാര്യമുണ്ട്. പിന്നെ ചേട്ടായുടെ പള്ളിക്കകത്തുള്ള ഒരു കോപ്പേ വിളി ഉണ്ടല്ലോ, അത് ഇന്നോടെ നിർത്തിക്കോണം. അതിന് നീ എന്നെ ശവപ്പെട്ടിക്കകത്തിട്ട് മൂടണവിടാ കോപ്പ. കുഞ്ഞെ, നിങ്ങളുടെ ഒപ്പര ആ പള്ളിക്കവല വരെ ഞാനും പഞ്ഞിണ്ട്. ലഗേജ് എന്തി ചേട്ടാ.
അച്ചോ ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പള്ളിപ്പറമ്പിലെ തേങ്ങയും പാക്കും വിറ്റേന്റെ കാശ് കണക്ക് പറഞ്ഞ് വാങ്ങിച്ച് കുടുംബത്തേപ്പിക്കാൻ പോയതായിരിക്കും അച്ഛൻ ഈ 4-ാം വേദക്കാരനെയും കൊണ്ട്, അല്ലേ? അല്ല, ചത്തുപോയ നിന്റെ അപ്പാപ്പ മാമ്പിള്ളി മാത്തൻ സെമിത്തേരിയിലെ കോൺക്രീറ്റ് കല്ലറ പൊളിച്ച് പുറത്തിയാടിയിട്ടുണ്ട്. അവനെ ഒരു കാഞ്ഞിരത്തെ തറയ്ക്കാൻ ഒരു 4-ാം വേദക്കാരനെ ആവശ്യമുണ്ട്. അതിനുവേണ്ടി കൊണ്ടുപോയതാടാ മക്കളെ. ഞങ്ങള് രണ്ടാളും പഠിച്ച പണി 18 നോക്കിയിട്ട് പറ്റാഞ്ഞിട്ട് ഇനിയിപ്പൊ പൂഞ്ഞാറ്റിന്ന് മിത്ര നമ്പൂരിനെ കൊണ്ടിട്ടുണ്ട്. അത്രയ്ക്ക് വല്ലാത്തൊരു ഇബിലീസാണ് എന്റെ ഉപ്പാപ്പ. വണ്ടി എടുത്ത് പോടാ. ഫസ്റ്റ് നിങ്ങള് വണ്ടി എടുക്കുന്നേ. നമ്മളിതേ വണ്ടി എടുത്ത് അല്ല വിട്. ആ ഐസിയായിട്ട് പെയിന്റ് അടിക്കല്ലേടാ പോനെ. പാലും കുറവ്, വിലയും കുറവ്. ഓ, ഇതൊന്നും കൊണ്ട് വലിയ മെച്ചമൊന്നുമില്ല. ഇനി വല്ല പൈനാപ്പിൾ കൃഷിയും തുടങ്ങാം. വാറ്റ് തുടങ്ങാം, വാറ്റ്. ആ ആടാ, തൈ മുഴുവൻ നശിപ്പിച്ചല്ലോ. എന്റെ ഈശോയെ, അറിഞ്ഞ പായലെ പൊളിച്ച ഇങ്ങോട്ട് പോണം. നിങ്ങൾ ഈ പെണ്ണാടിന്റെ പുറകെ ഇങ്ങനെ ഓടുന്നത്? റബ്ബർ തൈ മുഴുവൻ ആട് കടിച്ച് നശിപ്പിച്ചു. ഈശോയെ, നിന്റെയൊക്കെ കണ്ണ് ഏത് മറ്റടത്തായിരുന്നാ? കുറെ ദിവസങ്ങളായി നടാൻ വെച്ചിരുന്ന തൈകൾ മുഴുവൻ നശിച്ച ജന്തുക്കൾ തിന്ന് നശിപ്പിക്കുന്നു. ഇതില്ല ഞാൻ ഇന്ന്. നിൽക്കവിടെ, നിൽക്കവിടെ. അവിടെ നിൽക്ക്. ആ. ആ. ആശയം കൊണ്ട് വെച്ച തൈകള് എന്നതാ അപ്പച്ച ഈ കാണിച്ച്? ആരുടെ ആടാണ് ഇത്? അയ്യപ്പന്റെതാ. ആ കുഞ്ചിക്കുഴിയ നാറിയോട് ഞാൻ 1000 പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ, ആടിനെ ഇങ്ങോട്ട് വിടരുതെന്ന്. അയ്യോ എന്റെ അമ്മ. അയ്യോ, കറവയുള്ള ആടാ. എന്ത് തന്തയില്ലാത്തരമായി കാണിച്ചത്? തന്തയില്ലാത്തരം കാണിച്ച് നിന്റെ തന്തയാ. തന്തയും മക്കളും കൂടെ പോക്കരതരം കാണിച്ചിട്ട് മറ്റേ വർത്താനം പറയും. എന്നതാടാ ഇതൊരു 14-15 കിലോ വരും. അല്ലേ പോട്ട് ഒരു 16 കിലോ. കിലോയ്ക്ക് 100 രൂപ വെച്ച് എത്രയാ? ആ കണക്കറിയത്തില്ലല്ലയോ? എങ്കിൽ ഞാൻ പറഞ്ഞു തരാം. 1600, തൊലിക്കൊരു 50 വേറെയും, അങ്ങനെ 1650. ഞങ്ങളെ പട്ടിക്ക് വേണം തന്റെ ഉലുവ. പണത്തിന്റെ ഈ കൊഴുപ്പുണ്ടല്ലോ, അത് നിങ്ങളുടെ കയ്യിൽ തന്നെ വെച്ചാ മതി. പാവങ്ങൾക്കൂടെ ജീവിക്കണം. പാവങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാ. വേണമെങ്കിലേ പിള്ളേർന്ന് വാങ്ങിച്ചോട്ട് പോ. താൻ ചെവിയെ നുള്ളിക്കോ. തന്നെ കോടതി കയറ്റിയില്ലെങ്കിൽ ആ, എന്നെ പേടിപ്പിക്കുന്നോടാ. ഇറങ്ങി പോടാ എന്റെ വളപ്പിന്ന്. എന്നെ കോടതി കയറ്റണേ ഇവിടെ വകുപ്പ് വേറെ ഉണ്ടാവണം. ഇത് വകുപ്പ് വേറെയാ. ചുരുങ്ങിയത് 6 മാസമെങ്കിലും അയാൾ അകത്ത് കിടത്താം. അപ്പൊ വക്കീലിന് കാര്യം മനസ്സിലായി അല്ലേ? എന്തായാലും അയാളെ വെറുതെ വിടരുത് മുതലാളി. ഒരു ദിവസമെങ്കിലും പാറേ പാപ്പനെ അകത്ത് കിടത്തണം. അതെങ്ങനെയാ? അയാള് കള്ളും കുടിച്ച് പൂരപ്പാട്ടും പാടി വരുമ്പോ ചൂട്ടും പിടിച്ച് വഴി കാണിക്കാൻ നിന്റെയൊക്കെ തന്തയല്ലേ മുന്നേ നടക്കുന്നത്? എന്നിട്ടിപ്പൊ കിട്ടിയേ അച്ഛനോട് എത്ര പറഞ്ഞാലും മനസ്സിലാവൂല. മനസ്സിലാക്കി കൊടുക്കണം. ആ, വക്കീലിന്റെ സാമർത്ഥ്യം ഇനി കോടതിയിലാ കാണേണ്ടത്. ഓക്കെ. DC 111/99. പാറയിൽ പാപ്പു ചത്തു, പാറയിൽ പാപ്പു ചത്തു, പാറയിൽ പാപ്പു ചത്തു. ആര് ചത്തു? ഞാൻ ചത്തില്ല. പാറയെ ചാത്തുണ്ണി ചത്തുപോയി. അതെന്റെ അപ്പൻ. ഞാൻ പാറയെ പാപ്പു ചാത്തു. ഒന്ന് തിരുത്തി വായിക്കന്റെ ഊവേ. ഇത് കോടതിയാണെന്ന് അറിയില്ലേ? എന്റെ പൊന്നെ ഏമാനെ, എനിക്ക് അതൊന്നും അറിയത്തില്ല. നിങ്ങൾക്ക് വക്കീലില്ലേ? ഇല്ല, വക്കീലിന് കൊടുക്കാനുള്ള കാശൊന്നും എന്റെ കയ്യിലില്ല. കോടതിയിൽ സത്യം മാത്രമേ പറയാവൂ. നിങ്ങൾക്ക് അറിയില്ലേ? കോടതിയിൽ നിന്നല്ല, എല്ലായിടത്തും ഞാൻ സത്യം മാത്രമേ പറയാറുള്ളൂ. പക്ഷെ ഞാൻ വന്ന് കയറിയപ്പോ ഇവിടെ കേട്ടത് പച്ച കള്ളമാണല്ലോ സാറേ. എന്ത് കള്ളം? ആര് പറഞ്ഞു? എപ്പ പറഞ്ഞു? അല്ല, ഞാൻ ഇങ്ങോട്ട് വന്ന് കയറിയപ്പോ പാറയെ പാപ്പു ചത്തു എന്ന് ദേ ഇരിക്കുന്ന ഇത് ഞാൻ വിളിച്ചു പറയുന്നത് കേട്ടു. ജീവനോടെ ഇരിക്കുന്ന ഞാൻ ചത്തെന്ന് പറയുന്നത് ന്യായമാണോ സാറേ? ഓർഡർ, ഓർഡർ. ഈ നിൽക്കുന്ന ആളെ നിങ്ങൾ അറിയുമോ? ഞാൻ ഇയാളെ കണ്ടിട്ടേ ഇല്ല. ഈ നിൽക്കുന്ന 65 വയസ്സുകാരൻ ചാഞ്ഞുവെട്ടിക്കൽ കേളുനാരായണൻ മകൻ അയ്യപ്പനെ നിങ്ങൾ അറിയില്ല അല്ലേ? ഓ, നമ്മുടെ അയ്യപ്പനല്ലയോ ഇത്?
മനസ്സിലായില്ല കേട്ടോ. ഈ വെയിലത്തിൽ നിന്ന് കയറി വന്നതുകൊണ്ട് കണ്ണ് തീരെ പിടിക്കുന്നില്ല. അപ്പൊ നിങ്ങൾ ഇയാളെ അറിയും? ആ, അറിയുമോന്നോ? നന്നായിട്ടറിയും. അതെ, വക്കീൽ സാറിന് ഇയാളെ അറിയാവോ? തിരിച്ചു ചോദ്യം ചോദിക്കാൻ പാടില്ലെന്ന് അറിയില്ലേ? എനിക്ക് വേണ്ടി ചോദിക്കാനും വാദിക്കാനും ആരുമില്ല ഏമാനെ. അതുകൊണ്ട് എനിക്കും ചില ചോദ്യങ്ങൾ ചോദിക്കാൻ അവിടുന്ന് അനുവാദം തരണം. ആ ചോദിച്ചോളൂ. ഈ നിൽക്കുന്ന ചാഞ്ഞുവെട്ടിക്കൽ കേളുനാരായണന്റെ മകൻ അയ്യപ്പനെ വക്കീലിന് അറിയാവോ? അറിയാം. എത്ര കാലമായിട്ട് അറിയാം? മറുപടി പറഞ്ഞില്ല. വക്കീലിന് അയ്യപ്പനെ എത്ര കാലമായിട്ട് അറിയാം? 3 മാസമായിട്ട് അറിയാം. 3 മാസമോ? യവനെ എനിക്ക് 30 കൊല്ലമായിട്ട് അറിയാം. യവനെ മാത്രമല്ല, ചെത്തുവനെ എന്ന് വീട് ചത്ത ഇവരെ അച്ഛനെയും, ഏതോ പാണ്ഡിയുടെ കൂടെ ഒളിച്ചോടിപ്പോയ ഇവന്റെ ഭാര്യ കാർത്തിയാനിയെയും, മാമ്പള്ളി ചാക്കപ്പന്റെ കള്ളുഷാപ്പിലെ എടുത്തുകൊടുപ്പും കൂലിത്തല്ലുമായിട്ട് നടക്കുന്ന ഇവന്റെ 2 ആമക്കളെയും, മൂത്ത മകൻ രവി കെട്ടിക്കൊണ്ടുവന്ന സുശീല എന്ന ദുശീലയെയും എനിക്ക് നന്നായിട്ടറിയാം. ഈ അവസാനം പറഞ്ഞ ദുശീലയ്ക്ക് ഒരു കൊച്ചുണ്ടായി. അത് ചാക്കപ്പന്റെയാണെന്നും അതല്ല അയാളുടെ അലിയൻ കുര്യച്ചന്റെ ആണെന്നും ഇവരുടെ 2 പേരുടെയും അല്ല ചാക്കപ്പന്റെ മകൻ ബാബുവിന്റേതാണെന്നും ഒക്കെയാ ഈ നാട്ടുകാര് പറയുന്നത്. എനിക്കൊന്നും അറിയത്തില്ല എന്റെ സാറേ. കോടതിയിൽ അനാവശ്യങ്ങൾ പറഞ്ഞ് മാന്യന്മാരെ അപമാനിക്കാൻ ബഹുമാനപ്പെട്ട കോടതി അനുവദിക്കരുതേ എന്ന അപേക്ഷ. ഒബ്ജക്ഷൻ സസ്റ്റൈൻ. ഈ നിൽക്കുന്ന അയ്യപ്പന്റെ ജീവിതമാർഗമായ കറവയുള്ള ഒരാടിനെ നിങ്ങൾ നിർദ്ദയം വെട്ടിക്കൊന്നു എന്ന് പറയുന്നത് സത്യമല്ലേ? സത്യമല്ല, പച്ചക്കള്ളം. ഞാൻ എന്റെ മക്കളെ പോലെ സ്നേഹിച്ചു വളർത്തിയിരുന്ന റബ്ബർ തൈകത്തിൽ നിന്ന് വയറ് വീർത്തിയ ആട് എന്റെ മുമ്പിൽ വീണ് ചത്തപ്പോ അയ്യപ്പന്റെ മക്കൾ അവിടെ ഓടി വന്നു. ആട് ചത്ത വിഷമത്തിന് അവർ ചോദിച്ച പണം ഞാൻ കൊടുത്ത ആടിനെ വാങ്ങി അവിടെ വെച്ച് തന്നെ വെട്ടിമുറിച്ചു. ഇതാണ് സത്യം. ചത്ത ആടിനെ പിന്നെ എന്തിനാ നിങ്ങൾ വെട്ടിമുറിച്ചത്? അത് വക്കീലിന് അറിയത്തില്ലായോ? ചത്തതിനെ ഉടനെ വെട്ടിയില്ലെങ്കിൽ ചോര കട്ട പിടിച്ച് ശവമാകും, പിന്നെ തിന്നാൻ കൊള്ളത്തില്ല. ഇത്ര നിസ്സാരമായ കാര്യങ്ങളൊന്നും അറിയാൻ വൈകി പിന്നെ ഇത് അതെങ്ങനാ വക്കീലായേ? ആ ഇറച്ചി വേവിച്ചു നിന്ന് ഞാനും എന്റെ 2 മക്കളും വയറിളകി 2 ആഴ്ച ആശുപത്രി കിടന്നു. ഡോക്ടർമാർക്ക് കൊടുത്തതും ആശുപത്രി ബില്ലും ചേർത്ത് 16,650 രൂപ 28 പൈസ ആയി. ആശുപത്രി ചെലവും എന്റെയും എന്റെ 2 ആമക്കളുടെയും 2 ആഴ്ചത്തെ പരിസരവും എല്ലാം കൂടി കണക്ക് കൂട്ടി അയ്യപ്പനിൽ നിന്നും മക്കളിൽ നിന്നും അത് ഈടാക്കി തരുവാൻ ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ ഞാൻ താഴ്മയായി അപേക്ഷിച്ചു. ഈ പറഞ്ഞതെല്ലാം തികച്ചും കള്ളമാണ്. പാറേ പാപ്പു കള്ളം പറയുമെന്ന് ഈ നാട്ടുകാർ പറയത്തില്ല. ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണ്. അതിന് സാക്ഷികളുമുണ്ട്. കൂടാതെ ആശുപത്രി കിടന്ന സർട്ടിഫിക്കറ്റ്, അവിടെ കൊടുത്ത ബില്ല്, എന്റെ പ്രശ്നങ്ങള് എല്ലാം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അമാനെ ദാ നോക്കിയാട്ടെ. ഒന്നേ മാന്നെ, എന്റെ പാപ്പ മൂത്തനാര് പറയുന്ന മുഴുവൻ ഉള്ളതാ, സത്യമാ. എന്റെ കടകെട്ട 2 ആമ്പിള്ളേരും ഈ നിൽക്കുന്ന കള്ള വക്കീലും ചേർന്നാ എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചത്. ഈ വക്കീലിനെ തൂക്കിക്കൊല്ലണം.